ഹലോ ഹായ് നമസ്കാരം. നമ്മുടെ നാട്ടിൽ കുറച്ച് ആളുകൾ വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജീവിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലേക്ക് അവരെത്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ജീവിതത്തിൽ ഒരുപാട് കഠിനാധ്വാനമൊക്കെ ചെയ്ത് വലിയ നിലയിലെത്തി, പോപ്പുലറായി കഴിഞ്ഞു. അതിനുശേഷം ആരെങ്കിലുമൊക്കെ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് വിളിക്കും. ആ ഇൻ്റർവ്യൂവിൽ പോയിരുന്ന് സ്വന്തം ജീവിതത്തിലെ സന്തോഷങ്ങളെക്കുറിച്ച് വളരെ സത്യസന്ധമായി തുറന്നു പറയുമ്പോഴേക്കും സോഷ്യൽ മീഡിയയിൽ കുറേ ആളുകളിരുന്ന് ഒപ്പീനിയൻ, വിമർശനങ്ങൾ, റിയാക്ഷൻ എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്ത് ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വെച്ച് ഞങ്ങളുടെ ജീവിതത്തിനെ വിലയിരുത്തുന്നു. ഞങ്ങളുടെ പേഴ്സണൽ പ്രൈവറ്റ് ലൈഫിലേക്ക് കയറി വന്ന് ഞങ്ങളെ കുറ്റപ്പെടുത്തുകയാണെന്നേ. വന്ന് ഒരു കാര്യം ഇപ്പോൾ തുറന്ന് സംസാരിക്കാൻ പറ്റില്ല എന്നൊരവസ്ഥയായി മാറിയിട്ടുണ്ട്. പറയുന്നത് ആരൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് ഏകദേശം അറിയാം. ഇപ്പോൾ ലേറ്റസ്റ്റ് ഉദാഹരണങ്ങൾ പറയാനാണെങ്കിൽ നമ്മുടെ അഖിൽ മാരാർ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗ്രേസ് ആൻ്റണിയുടെ ഹസ്ബൻഡ്, ഇവരൊക്കെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ആളുകൾ എടുത്തു വെച്ച് ഇങ്ങനെ റിയാക്ട് ചെയ്യാണ്. അവർ ജീവിക്കാൻ വിടുന്നില്ലെന്നേ. ഇത് അവരുടെ വേർഷനാണ്. പക്ഷെ നമുക്ക് ഇതിനകത്തൊരു വേർഷൻ ഉണ്ടല്ലോ. ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ പുതിയ ജനറേഷനെ, ഇപ്പം പിന്നെ വന്ന് പുതിയ ജനറേഷനൊന്നുമില്ല, നാട്ടുകാർ മുഴുവൻ സോഷ്യൽ മീഡിയയിലുണ്ട്. ഈ ഇൻ്റർവ്യൂസിനൊക്കെ പോയിരുന്ന് ഇവർ പറയുന്ന പല കാര്യങ്ങളും കട്ട് ചെയ്ത് ഇതേ ചാനലുകൾ തന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ത്രെഡ്സിലും റെഡിറ്റിലും അവിടെ ഇവിടെയൊക്കെ പോസ്റ്റ് ചെയ്ത് ഇത് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ വായിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ അബദ്ധമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാലും അത് കൃത്യമായിട്ട് ഇവർ പ്രൊമോട്ട് ചെയ്യും. ഈ പ്രൊമോട്ട് ചെയ്യുന്ന കണ്ടൻറ്റാണ് നമ്മുടെ നാട്ടിലൊരു ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ജീവിതം ഏകദേശം ജീവിച്ചു തീർന്നു എന്ന് വിചാരിക്കുന്ന, ഇപ്പോഴും റിഗ്രസീവ് ആശയങ്ങളൊക്കെ വലിയ സംഭവമാണെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു ഏജ് കഴിഞ്ഞിട്ടുള്ള ആളുകളെ നമ്മൾ കാര്യമായിട്ട് പരിഗണിക്കുന്നില്ല. അവരുടെ ലൈഫ് അവർ കുറേ ജീവിച്ചു തീർന്നു. പക്ഷേ അവർക്ക് ഇപ്പോഴും പുതിയ ജനറേഷൻ്റെ ജീവിതത്തിൽ കൈകടത്താനുള്ളൊരു സ്പേസ് ഉണ്ട്. മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ വരുന്ന ഈ കോണ്ടന്റ് കാണുന്ന ടീനേജേഴ്സ് അടക്കമുള്ള കുട്ടികളുണ്ട്. ഇവരെയൊക്കെ ഇത് അഫക്റ്റ് ചെയ്യും. അവരെ അഫക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ടുള്ള 1-2 തലമുറയെ വരെ ബാധിക്കാൻ തക്കവണ്ണമുള്ള ഒരു ഭീകര പ്രശ്നമായി, അതായത് ഒരു റിലേഷൻഷിപ്പിൽ ഒരു മനുഷ്യൻ്റെ മാനസിക ആരോഗ്യത്തിൽ ഒക്കെ ഇൻഫ്ലുവൻസ് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു വിഷയത്തിന്, അതായത് ഏറ്റവും മോശമായി ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു കാര്യത്തിനെ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ഇൻ്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് വിളിച്ചു പറയുമ്പോൾ അതൊരു സാമൂഹ്യ പ്രശ്നമായി മാറാനിടയുള്ളതാണ്. ഒരു സാമൂഹ്യദ്രോഹി എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ നമ്മൾ റിയാക്ട് ചെയ്യൂലേ? അപ്പോൾ സമൂഹത്തിന് 1-2 ജനറേഷന് വരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യും. നമ്മളിവിടെ ആരുടെയും പേഴ്സണൽ ലൈഫിൽ കയറി ഇടപെടുന്നില്ല. ഇപ്പോൾ അഖിൽ മാരാർ ആൻഡ് വൈഫ് അവരുടെ കാര്യം എടുത്താലും ഗ്രേസ് ആൻ്റണിയുടെ ഹസ്ബൻഡിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും ഇവരൊക്കെയും സന്തോഷമായിട്ട് ഹാപ്പിയായിട്ട് ജീവിക്കട്ടെ. അവരുടെ ജീവിതത്തിൽ അവരെടുത്ത തീരുമാനങ്ങൾ ശരിയാണ് എന്ന് ജീവിതത്തിൻ്റെ അവസാന ഘട്ടം വരെയും അവർക്ക് തോന്നാൻ ഇടവരട്ടെ. നമ്മൾ അതിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. അവർക്കുള്ള എല്ലാവിധ ആശംസകളും നേരാണ്. പക്ഷേ അവർ ഇൻ്റർവ്യൂവിൽ വന്നിരുന്ന് പറയുന്ന കാര്യങ്ങൾ നമുക്ക് നോർമലൈസ് ചെയ്ത് അംഗീകരിച്ച് ഇങ്ങനെയൊക്കെ ബാക്കിയുള്ളവരും ജീവിക്കാം എന്ന് പറയുന്ന രീതിയിൽ അങ്ങനെ പറഞ്ഞു വെക്കാൻ അനുവദിക്കാൻ പറ്റില്ല. നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സംഭവിച്ച കാര്യം എന്നുള്ള നിലയ്ക്ക് ഗ്രേസ് ആൻ്റണിയുടെ ഹസ്ബൻഡ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്. നമുക്ക് ആ റീലൊന്ന് കാണാം, അതിനുശേഷം ബാക്കി വിശദമായിട്ട് സംസാരിക്കാം. 18-ാമത്തെ വയസ്സിലാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. ഒരു 19-ാമത്തെ വയസ്സൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ റിലേഷൻഷിപ്പിലാണ്. അതൊക്കെ ഒന്നും ഇതിലൊക്കെ വെച്ച് നോക്കിയാൽ ഞാൻ എനിക്ക് വേണ്ട രീതിയിൽ ഗ്രൂം ചെയ്ത് കിട്ടും. ശരിക്കാ ഡിഫറൻസ് ഉണ്ട്, ഏജ് ഡിഫറൻസ് ഉണ്ട്. 8 വയസ്സ്. ഓ, അത്രയും കണ്ട പറയുന്നല്ലോ. ഇല്ല കേട്ടോ. താങ്ക് യു. എനിക്ക് പ്രായം കുറവാണെന്ന് അത്രയും ഡിഫറൻസ് ഉണ്ട്. അപ്പൊ 18-ാം വയസ്സെന്ന് പറയുമ്പോ ഒരു ചേട്ടന്റെ എല്ലാ പക്വതയും കയ്യിൽ തന്നെയാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടുകാരോട് കാര്യം അവതരിപ്പിച്ചപ്പോഴും അവർ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു അവർക്ക്. നമ്മുടെ നാട്ടിലെ ഈ പ്രായക്കൂടുതലുള്ളൊരു പയ്യൻ പ്രായം കുറവുള്ളൊരു പെൺകുട്ടിയെ പ്രേമിച്ചു എന്ന് പറഞ്ഞാൽ അച്ഛനമ്മമാർ ചാടി വീഴുന്നതിൻ്റെ അതിൻ്റെ പിന്നിലെ പ്രധാന കാരണം എന്താണെന്നറിയോ? അതിൽ ഈ ആങ്കർ ചിരിച്ചു പറയുന്ന അതേ കാര്യം തന്നെയാണ്. അബദ്ധങ്ങൾ കേൾക്കുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുക, സ്വന്തം വായിന്ന് ഇഷ്ടംപോലെ അബദ്ധങ്ങൾ വാരി വിളമ്പുക, ഇതൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയ ആങ്കേഴ്സിൽ ഒരു വലിയ വിഭാഗം ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ആങ്കറിൻ്റെ കാര്യത്തിൽ എനിക്ക് വേറെ മറിച്ച അഭിപ്രായങ്ങളൊന്നുമില്ല. ഇതൊക്കെ തന്നെയാണ് സംഭവിക്കാനുള്ളത്. അപ്പോൾ ഈ പറയുന്ന പക്വതയുടെ എലമെൻ്റ് ഇല്ലേ, ഇത് പലരും കാണും. ആക്ച്വലി അത് പക്വത എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇത്രയും ഏജ് ഡിഫറൻസ് വരുമ്പോൾ ഒരു അതോറിറ്റി അവിടെ വരും. നീ ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറയാൻ പറ്റുന്ന ഒരാൾ നമ്മുടെ നാട്ടിൽ വർഷങ്ങളായി പിന്തുടർന്ന് വന്നിരിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും പെൺമക്കളെ വളർത്തിയെടുക്കുകയാണ്. ആ വളർത്തിയെടുത്തുനിന്ന് അടുത്ത സ്ഥലത്തേക്ക് പറഞ്ഞു വിടുകയാണ്. അപ്പോൾ അവിടെയും ഒരു അതോറിറ്റി വേണം, ഇവളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരാൾ വേണം. ഇത്രയും പ്രായവും ഒക്കെ ഉള്ള ഒരാളാവുന്ന സമയത്ത് ആ അതോറിറ്റി നമുക്കങ്ങ് കൈമാറാം എന്ന് പറയുന്ന പോലത്തെ ഒരു സംഭവം ഉള്ളതുകൊണ്ട് വീട്ടുകാർ ഇതിനെ എതിർക്കില്ല. പ്രായക്കൂടുതലുണ്ട് എന്നുള്ളതിനെ പക്വതയായി നമ്മുടെ ആങ്കറിനെ പോലെ കുറേ ആൾക്കാർ കാണുന്നുണ്ട്. ആർക്കും ഇതിൽ വലിയ പ്രശ്നമായിട്ട് തോന്നില്ല. പക്ഷേ ഗ്രൂമിംഗ് എന്ന് പറയുന്നൊരു വാക്ക് കേൾക്കുന്ന സമയത്ത് ആങ്കറിൻ്റെയും അതുപോലെ ഗ്രേസിൻ്റെയും, പിന്നെ ഞാൻ ഗ്രൂം ചെയ്തെടുത്തു എന്ന് അഭിമാന പുരസ്സരം പറയുന്ന ഗ്രേസിൻ്റെ ഹസ്ബൻഡിൻ്റെയും എക്സ്പ്രഷൻസ് കാണുമ്പോൾ ഞാൻ ഇവരെ ആരെയും അപമാനിക്കാൻ വേണ്ടിയിട്ട് പറയല്ല, പക്ഷേ ഇതിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. ഫസ്റ്റ് കാര്യം, പ്രായം കൂടുമ്പോൾ പക്വത കൂടില്ല, അല്ലെങ്കിൽ
എത്ര പ്രായമായിട്ടുള്ള ആൾക്കും വിവരക്കേട് കാണിക്കാം എന്നുള്ള കാര്യം ആങ്കറും ഗ്രേസും ഹസ്ബൻഡും ഇവരെല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. എസ്പെഷ്യലി ആങ്കർ മനസ്സിലാക്കിയിരിക്കണം. ബാക്കിയുള്ളവർ അവരവരുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോകുന്ന ആളാണ്. പക്ഷേ ആങ്കർ ഒരുപാട് പേരോട് സംസാരിക്കാനുള്ളതാണ്, ഒരുപാട് ആളുകളെ ഉൾക്കൊള്ളേണ്ടതാണ്. അങ്ങനെ വരുമ്പോൾ ഈ പ്രായം എന്ന് പറയുന്നത് പക്വതയുടെ ഒരു ലൈനല്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഒരു ഗ്രൂമിങ്ങിൽ എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഗൂഗിൾ ചെയ്ത് നോക്കാം. ഞാൻ ഈ പറയുന്നത് അപ്പാടെ എടുക്കണമെന്നില്ല. മിക്കവാറും കേസിൽ ഒരു പ്രായത്തിന് മുതിർന്ന ആളായിരിക്കും, ഒരു എൽഡർ പേഴ്സൺ ആയിരിക്കും. ഈ ഗ്രൂമിങ്ങിൻ്റെ ഉദാഹരണങ്ങൾ പറയുമ്പോൾ പൊതുവേ അവിടെ ഒരു പുരുഷൻ ഫിഗർ തന്നെയാണ് വരാറുള്ളത്. എന്തായാലും അങ്ങനെ എൽഡർ ആയിട്ടുള്ള ആൾ തന്നേക്കാൾ വളരെ യങ്ങറായിട്ടുള്ള, മിക്കവാറും ടീനേജിലോ അതിൻ്റെ ഒരു തുടക്ക സമയത്തൊക്കെ നിൽക്കുന്ന ഒരാളെ തനിക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ ട്രെയിൻ ചെയ്യിച്ചെടുക്കുകയാണ്. പക്ഷെ അതെങ്ങനെയാണ്? അവരുടെ വീട്ടിൽ നിന്ന് അവർക്ക് കിട്ടാത്തൊരു റെസ്പെക്റ്റ്, കെയർ, സ്നേഹം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യും. ഇത് പെട്ടെന്നൊരു ദിവസം ഒരാളെ പിക്ക് ചെയ്തിട്ട് അയാളെ ഗ്രൂം ചെയ്ത് തുടങ്ങാം എന്ന് പറയുന്ന പോലത്തെ ഒരു പ്രോസസ്സല്ല. വളരെ ഗ്രാജുവലായിട്ട് നടക്കുന്നൊരു പ്രോസസ്സാണ്. ഈ യങ്ങറായിട്ടുള്ള ആൾ ഇയാൾ വളരെ വൾണറബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ നിൽക്കുകയാണ്. പിന്നെ ടീനേജേഴ്സിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും ധാരണയുള്ളൊരു കാര്യമാണ്, അവർ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്ന് പറയുന്നൊരു തോന്നലുണ്ടാവും. എല്ലാത്തിനോട് ഒരു എതിർപ്പൊക്കെ പ്രകടിപ്പിച്ച് നിൽക്കുമ്പോൾ നീ പറയുന്നതാണ് ശരി, നീ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റാണ് എന്ന് പറയുകയും വീട്ടിൽ നിന്ന് കിട്ടാത്ത ആ സ്നേഹം കുറച്ചും കൂടി കൂടിയ അളവിൽ കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇവർ ഈ ഓപ്പോസിറ്റുള്ള ഈ എൽഡർ ആയിട്ടുള്ള ആളെ സ്നേഹിക്കുക എന്ന് പറയുന്ന, ഞാനതിനൊരു തോന്നൽ എന്നാണ് പറയുക. ബേസിക്കലി ഇവിടെ സംഭവിക്കുന്നത് ആ സ്നേഹം ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇവിടെ ഉണ്ടാകുന്ന റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് രണ്ട് അഡൾട്ട്സ് തമ്മിലുള്ള ഇഷ്ടമല്ല, സ്നേഹമല്ല. ഇവിടെ ഉണ്ടാകുന്നത് ഒരു പേരൻറ്റ് ചൈൽഡ് റിലേഷൻഷിപ്പാണ്. കാരണം പേരൻസിൻ്റെ കയ്യിൽ നിന്ന് കിട്ടാത്ത, അല്ലെങ്കിൽ തൻ്റെ വീട്ടിൽ നിന്ന് കിട്ടാത്ത കെയറും പരിഗണനയും ഒരാൾ കൊടുക്കുകയാണ്. അപ്പോൾ ആ പേരൻറ്റ് ഫിഗറിനെ ഈ ചൈൽഡ് ഫിഗറിൽ നിൽക്കുന്ന ആൾ ഇഷ്ടപ്പെടുകയാണ്. ആ റിലേഷൻഷിപ്പിൻ്റെ, നമ്മുടെ നാട്ടിലെ ഈ പേരൻറ്റിങ്ങിൻ്റെ ഒരു പ്രത്യേകത എല്ലാം കൂടി കണക്കിലെടുക്കുമ്പോൾ ആ റിലേഷൻഷിപ്പിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഈ ചൈൽഡായിട്ടുള്ള ആൾ, അല്ലെങ്കിൽ ഈ ടീനേജറായിട്ടുള്ള പ്രായത്തിൽ കുറവുള്ള ആൾ, ഇയാൾ മറ്റേ ആളിൽ വളരെയധികം ഇമോഷണലി ഡിപ്പെൻഡൻ്റ് ആവും. കാരണം വേറെ എവിടുന്നും കിട്ടാത്ത അംഗീകാരം ഇവിടുന്നാണ് കിട്ടുന്നത്, സ്നേഹം ഇവിടുന്നാണ് കിട്ടുന്നത്. അങ്ങനെ ഒരാൾ മറ്റേ ആളിൽ അത്രയധികം ഇമോഷണലി ഡിപ്പെൻഡൻ്റ് ആവുന്ന സമയത്ത് പേഴ്സണൽ ബൗണ്ടറി, അതായത് എല്ലാ വ്യക്തികൾക്കും ഒരു പേഴ്സണൽ ബൗണ്ടറി ഉണ്ട്. എൻ്റെ കാര്യത്തിൽ ഒരാൾ ഇടപെടുന്നതിൽ, എൻ്റെ കാര്യത്തിൽ ഒരാൾ തീരുമാനമെടുക്കുന്നതിൽ ഞാനൊരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് കയറാൻ പാടില്ല. അത് എൻ്റെ ഐഡൻറ്റിറ്റിയുടെ, എൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ്. അതിപ്പോൾ അച്ഛനോ അമ്മയോ അപ്പൂപ്പനോ കെട്ടിയവനോ മരുമക്കളോ ആരും ആയിക്കോട്ടെ, എൻ്റെ പേഴ്സണൽ ബൗണ്ടറിയിൽ ഒരാൾ കയറാൻ പാടില്ല. ടീനേജർ ആയിട്ടുള്ള ഒരാളെന്ന് പറയുന്നത് അയാളുടെ പേഴ്സണൽ ബൗണ്ടറീസ് എക്സ്പ്ലോർ ചെയ്യാൻ പോലും ആ ഒരു സമയത്തിലേക്ക് എത്തിയിട്ടില്ല. അപ്പോഴാണ് ഒരാളിൽ ഇത്രയധികം ഇമോഷണലി ഡിപ്പെൻഡൻ്റ് ആയിട്ട് മാറുന്നത്. അങ്ങനെ പേഴ്സണൽ ബൗണ്ടറിയിലേക്ക് മറ്റേ ആൾ കടക്കാൻ തുടങ്ങും. ഈ കുട്ടിക്ക് വേണ്ടി, നമുക്ക് ആ വാക്ക് തന്നെ ഉപയോഗിക്കും, ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് അയാൾ തീരുമാനങ്ങൾ എടുക്കും, അയാൾ കാര്യങ്ങൾ നടപ്പിലാക്കും, അയാൾ പറയുന്നത് മുഴുവൻ സത്യമാണ് എന്ന് ഇയാൾ വിശ്വസിക്കും. ഇനി ഈ കുട്ടിക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ മറ്റേ ആൾ ഈ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് പരിപാടികളൊക്കെയാണ് ഇറക്കുക. അങ്ങനെ പതിയെ പതിയെ ഈ ഗ്രൂമർ ഈ കുട്ടിയുടെ മുഴുവൻ കൺട്രോളും ഏറ്റെടുക്കുകയാണ്. പക്ഷേ ഇയാൾ ഇതിനെ കാണുന്നത് മുഴുവൻ സ്നേഹമായിട്ടായിരിക്കും. അൾട്ടിമേറ്റ്ലി സംഭവിക്കുന്നത് ഒരാൾക്ക് ഇൻഡിപെൻഡൻ്റ്ലി ഗ്രോ ചെയ്യാനുള്ള സാഹചര്യം ഇല്ലാതാവുകയാണ്. ഞാൻ ഒരുപാട് വ്യക്തികളുമായി ഇടപെട്ട് പലതരം റിലേഷൻഷിപ്പുകൾ മെയിൻറ്റെയിൻ ചെയ്ത് എൻ്റെ കരിയറിൽ ഞാൻ ബിൽഡ് ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്താണ് എനിക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടാകുന്നത്, എൻ്റേതെന്ന് പറയാവുന്നൊരു വ്യക്തിത്വം രൂപപ്പെടുന്നത്. പക്ഷേ ഇവിടെ ഗ്രൂമർ തീരുമാനിക്കുകയാണ് ഇയാൾ എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ എൻഡ് ഓഫ് ദി ഡേ ഈ ഗ്രൂമറിൻ്റെ ഒരു ഫോട്ടോ കോപ്പി ആയിട്ടോ, അല്ലെങ്കിൽ ഇയാൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന, വേണമെങ്കിൽ അടിമ എന്നൊക്കെ പറയാവുന്ന ആ ഒരു അവസ്ഥയിലേക്ക് ഇയാൾ മാറിപ്പോവുകയാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ സ്റ്റേജ് എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ കുട്ടിയായിട്ടുള്ള ഗ്രൂമറിൻ്റെ കയ്യിൽ പെട്ടിട്ടുള്ള ആൾ കുറച്ച് നാൾ ഇതുപോലെയൊക്കെ മുന്നോട്ട് പോയി. പക്ഷേ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ, തൻ്റെ സുഹൃത്തുക്കളുടെ ജീവിതങ്ങൾ ഒക്കെ മനസ്സിലാവുമ്പോൾ, താൻ അകപ്പെട്ടിരിക്കുന്ന സിറ്റുവേഷൻ എന്താണ് എന്ന് തിരിച്ചറിയുമ്പോൾ ഇനി എന്ത് ചെയ്യും എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഒരുപാട് സെൽഫ് വേർത്ത് കുറഞ്ഞിട്ട്, കാര്യം മറ്റേ ആൾക്ക് വേണ്ടി എന്തും ചെയ്യാം എന്ന് പറയുന്നൊരു അവസ്ഥയിൽ നിൽക്കുകയാണ്. മാത്രമല്ല ഈ ഗ്രൂം ചെയ്തിട്ടുള്ള ആൾ ഇയാളെ അബ്യൂസ് ചെയ്താൽ പോലും, ശാരീരികമായി ഉപദ്രവിച്ചാൽ പോലും അതും സ്നേഹത്തിൻ്റെ ഭാഗമാണ് എന്ന് ഈ ഗ്രൂം ചെയ്യപ്പെട്ട ആൾ വിശ്വസിക്കുകയാണ്. അൾട്ടിമേറ്റ്ലി ഒരാളുടെ മേലുള്ള അതോറിറ്റി മറ്റൊരാൾ സ്വന്തമാക്കുകയാണ്. എങ്ങനെയാണ്? കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള, കണ്ടിന്യൂസ് ആയിട്ടുള്ള മാനിപ്പുലേഷനിലൂടെ. ഈ ഗ്രൂമിങ് ഗ്രേസിൻ്റെ കാര്യത്തിൽ ചെയ്തിട്ടുണ്ട് എന്നാണ് ഒരു ഇൻ്റർവ്യൂവിൽ നെഞ്ചും വിരിച്ചിരുന്ന് ഗ്രേസിൻ്റെ ഹസ്ബൻഡ് സംസാരിക്കുന്നത്. അതിനെയാണ് ആങ്കർ എന്ന് പറഞ്ഞ് ചിരിച്ച് സന്തോഷത്തോടു കൂടി വരവേൽക്കുന്നത്. ചെറിയ പ്രായത്തിലെ തൻ്റെ വഴിക്ക് കൊണ്ടുവന്നു, അതായത് 18ാമത്തെ വയസ്സിൽ തൻ്റെ വഴിക്ക് കൊണ്ടുവന്നു. ഞങ്ങൾ തമ്മിൽ 8 വയസ്സിൻ്റെ വ്യത്യാസം ഉണ്ടെന്ന് പറയുന്നു. സോ ആ സമയത്ത് ഇദ്ദേഹത്തിന് ഒരു 25 വയസ്സൊക്കെയാണ് പ്രായം. അതായത് ഒരു 25കാരൻ ഒരു 18കാരിയെ തനിക്ക് എങ്ങനെയാണോ ഈ പെൺകുട്ടിയെ ആവശ്യമുള്ളത്, അല്ലെങ്കിൽ അവളുടെ ക്യാരക്ടർ എങ്ങനെയായിരിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ അവൾ അറിഞ്ഞിരിക്കണം എന്നൊക്കെ ചിന്തിക്കുന്നു. ആ അവസ്ഥയിലേക്ക് അവളെ കൊണ്ടുവന്നു. അവൾക്ക് ഒന്നും അറിയില്ലായിരുന്നു.
എന്തൊക്കെയാണ് ഒരു 18 വയസ്സുകാരിയെക്കുറിച്ച് നമുക്ക് ഒന്നും അറിയില്ലായിരുന്നു എന്ന് വെച്ച് പറയാൻ പറ്റുക? അവർ പഠിക്കുന്ന കാര്യങ്ങളും അവരുടെ ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാനും അവരുടെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അത്യാവശ്യം ചുറ്റും നടക്കുന്ന കാര്യങ്ങളും വേണമെങ്കിൽ കുറച്ച് GK അറിയാം. അതിനപ്പുറത്തേക്ക് എന്താണ് 18 വയസ്സുള്ളൊരു പെൺകുട്ടിക്ക് 25 വയസ്സുകാരൻ പഠിപ്പിച്ചു കൊടുത്ത് ഗ്രൂം ചെയ്തെടുക്കേണ്ടി വരിക? അവിടെ കൺട്രോൾ കൊണ്ടുവരിക എന്നുള്ളതാണ് സംഭവിക്കുന്നത്. അത് കൃത്യമായിട്ട് മനസ്സിലാവണമെങ്കിൽ അദ്ദേഹം തന്നെ പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് കേട്ട് നോക്കിയാൽ മതി. എനിക്ക് വേണ്ടതുപോലെ ഞാൻ ഗ്രൂം ചെയ്തു എന്ന്. നമ്മൾ ആരെങ്കിലും മറ്റൊരാൾക്ക് വേണ്ടതുപോലെയാണോ ജീവിക്കേണ്ടത്? അങ്ങനെ വരുമ്പോൾ നമുക്ക് എവിടെയാണ് വ്യക്തിത്വം എന്നൊന്നുള്ളത്? സ്വന്തം സ്വപ്നങ്ങൾ, സ്വന്തം ആഗ്രഹങ്ങൾ, സ്വന്തം തീരുമാനങ്ങൾ, സ്വന്തം റിലേഷൻഷിപ്പുകൾ, അറ്റ്ലീസ്റ്റ് സ്വന്തം ഫ്രണ്ട്ഷിപ്പുകൾ. ഗ്രേസ് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. നല്ല വേഷങ്ങൾ ചൂസ് ചെയ്ത് നല്ല സിനിമകളുടെ ഭാഗമായിട്ട് നമ്മുടെ ഒക്കെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളൊരു അഭിനേത്രിയാണ്. അങ്ങനെ ഒരാളെ അയാളുടെ പാർട്ട്ണറും കൂടി ഇരിക്കുന്ന സമയത്ത് പാർട്ട്ണർ ഞാൻ എനിക്ക് വേണ്ടതുപോലെ ഇയാളെ ചെറിയ പ്രായം തൊട്ട് ഗ്രൂം ചെയ്തെടുത്താണ്, ഒന്നും അറിയാത്തൊരു കുട്ടിയായിരുന്നു എന്ന് ഒരു പക്ഷേ ആ ഇൻ്റർവ്യൂവിൻ്റെ നിലവാരത്തിനനുസരിച്ച് അദ്ദേഹം തമാശയ്ക്ക് പറഞ്ഞതായിരിക്കാം. ചിലപ്പോൾ അവരിങ്ങനെയൊന്നും ആയിരിക്കില്ല. ഈ പറയുന്ന വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ചും കൃത്യമായിട്ടുള്ള ബൗണ്ടറി ഡെഫിനേഷൻസ് ഒക്കെയുള്ള പരസ്പരം അത്രയും മനസ്സിലാക്കിയിട്ടുള്ള നന്നായി സന്തോഷമായി ജീവിക്കുന്ന ഒരു കപ്പിളായിരിക്കാം. പക്ഷേ തമാശയ്ക്ക് പറയേണ്ട ഒരു വാക്കോ അല്ലെങ്കിൽ ഒരു പ്രയോഗമോ അല്ല ഞാൻ എൻ്റെ പാർട്ട്ണറെ ഗ്രൂം ചെയ്തെടുത്തതാണ് എന്നുള്ളത്. അത് കേട്ട് പൊട്ടിച്ചിരിക്കുന്ന ഒരാളുടെ മുമ്പിൽ പോയിരുന്നു ഒരു കാരണവശാലും, പ്രത്യേകിച്ച് ഇത്രയും റീച്ചുള്ള ഒരു ചാനലിൽ ഇങ്ങനെ പോയിരുന്ന് പറയേണ്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നില്ല അത് എന്നുള്ളതുകൊണ്ടാണ് നമ്മളിതിനെ ഇത്രയും ശക്തമായി വിമർശിക്കുന്നത്. കാരണം ഈ വീഡിയോ കാണുന്ന, ഞാൻ നേരത്തെ പറഞ്ഞു ഗ്രേസ് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. നമ്മൾ അവരെ നോക്കിക്കാണുന്നത് അത്രയും ബഹുമാനത്തോടെയും സ്നേഹത്തോടെയുമാണ്. ഇപ്പോൾ ഗ്രേസിനെ ലുക്കപ്പ് ചെയ്യുന്ന ഒരുപാട് ടീനേജേഴ്സ് ഉണ്ടാവും. അവരിതിരുന്ന് കാണുകയാണ്. അവരിതിൽ നിന്ന് എന്താണ് കൺസീവ് ചെയ്യുന്നുണ്ടാവുക? ഒരു പക്ഷേ അവരെ ഗ്രൂം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ആളുകൾ ചുറ്റും ഉണ്ടാവും. ഞാൻ പറയുന്ന പോലെ ജീവിക്കുക, ഞാൻ പറയുന്നത് പോലെ നിന്നെ ഞാൻ മോൾഡ് ചെയ്തെടുക്കും എന്നൊക്കെ അവരെ പറഞ്ഞ് ബോധിപ്പിക്കാൻ ശ്രമിക്കുന്ന കുറേ ഏട്ടായിമാരൊക്കെ ഉണ്ടാവും. അവരതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് എനിക്ക് എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴാണ് അങ്ങനെ ഒരു ഏട്ടായി പറയുന്നതനുസരിച്ച് ഗ്രൂം ചെയ്യപ്പെട്ട ഗ്രേസ് സക്സസ്ഫുള്ളായി, അല്ലെങ്കിൽ ഗ്രേസ് ഇപ്പോൾ വളരെ ഹാപ്പി ആയിട്ടിരിപ്പുണ്ട്. സോ അതിൽ തെറ്റില്ല. അപ്പോൾ എന്നൊരു ഏട്ടായി നീ ഇങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ മേൽ കൺട്രോൾ എടുക്കുന്നത്, എൻ്റെ അതോറിറ്റി സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത് എൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് എന്നൊരാൾ ചിന്തിച്ചാൽ, ഒരു പെൺകുട്ടി ചിന്തിച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗ്രേസിൻ്റെ ലൈഫ് ഹാപ്പി ആയിട്ടായിരിക്കും, സന്തോഷമായിട്ടായിരിക്കും പോകുന്നത്. പക്ഷേ ഇത് കൺസീവ് ചെയ്തിട്ടുള്ള ഒരു പെൺകുട്ടി എത്തപ്പെടുന്നത് ഒരിക്കലും ഒരു സേഫ് ആയിട്ടുള്ള കയ്യിലായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഒരു ജീവിതമാണ് അവിടെ മണ്ണടിയാൻ പോകുന്നത്. നമുക്കിവിടെ ആവശ്യം അവെയർനെസ് ആണ്. ഇതിന് മുൻപ് ഒരു 18 വയസ്സുകാരി വിവാഹം കഴിച്ചതുമായി ബന്ധപ്പെട്ട്, പ്രായത്തിൽ തന്നെക്കാൾ മൂത്ത ഒരാളെ വിവാഹം കഴിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അവിടെയും ഗ്രൂമിംഗ് എന്ന് പറയുന്ന ഒരു വാക്ക് വെച്ചിട്ടാണ് ഒരുപാട് ആളുകൾ അതിനെക്കുറിച്ച് സംസാരിച്ചത്. നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒപ്പീനിയൻ എന്ന് പറയുന്നത് വളരെ യങ് ആയിട്ടുള്ളൊരു പെൺകുട്ടിയാണ്. അവരുടെ കാര്യത്തിൽ ഗ്രൂമിംഗ് നടന്നിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിലവിൽ അവളൊരു തീരുമാനമെടുത്തു. ആ തീരുമാനത്തിൻ്റെ പേരിൽ അവളെ നമ്മൾ തോൽപ്പിക്കുമ്പോൾ, കുറ്റപ്പെടുത്തുമ്പോൾ, എല്ലാവരും ആക്രമിക്കാൻ നിൽക്കുമ്പോൾ ഒരു പക്ഷേ നാളെ ഈ റിലേഷൻഷിപ്പ് വർക്കാവുന്നില്ല എന്ന് അവൾക്ക് തന്നെ ഒരു ബോധ്യം ഉണ്ടാകുമ്പോൾ, സോഷ്യൽ മീഡിയയിൽ ഇത്രയും ആളുകൾ ആക്രമിക്കാൻ കാത്തിരിക്കുകയാണ്, എനിക്കിത് വർക്കാവുമെന്ന് തോന്നുന്നില്ല, ഞാൻ പുറത്തിറങ്ങുകയാണ് എന്ന് അവളും ഈവൻ അവളുടെ പാർട്ട്ണറും ഓക്കെ ആണെങ്കിൽ പോലും നാട്ടുകാർ മുഴുവൻ പറയും അന്നേ ഞാൻ പറഞ്ഞില്ലേ ഇവളുമാരൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം എന്ന് ചോദിച്ച് കുറ്റപ്പെടുത്താൻ വരും. അത് പേടിച്ച് അവളൊരു നല്ലതല്ലാത്ത, തനിക്ക് ചേരാത്തതെന്ന് തോന്നുന്ന ഒരു റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ കടിച്ചു തൂങ്ങേണ്ടി വരും. നമ്മളവിടെ എന്താണ് പറയേണ്ടത്? ഈ ഒരു അവെയർനെസ് ആവശ്യമാണ്. ഗ്രൂമിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം അതൊരാളുടെ വ്യക്തി ജീവിതത്തിനെ എത്രത്തോളം മോശമായി ബാധിക്കും, അതിനെക്കുറിച്ച് നമ്മുടെ ടീനേജേഴ്സ് എല്ലാവരും അവെയർ ആയിട്ടിരിക്കേണ്ടതാണ്. പക്ഷേ ഇന്ന് അവൾ അങ്ങനെ ഒരു തീരുമാനമെടുത്തു. നാളെ ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ അവൾക്ക് തോന്നിയാൽ ധൈര്യമായി അവൾക്ക് പുറത്തേക്ക് വരാം. നമ്മളെല്ലാവരും ഒപ്പമുണ്ട് എന്നൊരു കോൺഫിഡൻസ് ആണ് അവിടെ കൊടുക്കേണ്ടത്. അല്ലാതെ ലൈഫ് ലോങ് ഞാൻ ലോക്കായിപ്പോയി, ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തിറങ്ങിയ എനിക്കിനി ജീവിതമില്ല എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഒരു പെൺകുട്ടി എത്തപ്പെടാൻ പാടില്ല. ആക്ച്വലി ഗ്രൂമിങ്ങിൽ പല ആൾക്കാരും ചോദിക്കുന്നതാണ്, ആ പെൺകുട്ടിക്ക് കുഴപ്പമില്ലല്ലോ, അവളും സമ്മതം പറഞ്ഞിട്ടല്ലേ, അവളുടെയും സമ്മതത്തോടു കൂടിയല്ലേ. ഗ്രൂമിങ്ങിലുള്ള കൺസെൻ്റ് എന്ന് പറയുന്നത് അതൊരു റിയൽ കൺസെൻ്റ് ആയിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു ടീനേജിൽ നിൽക്കുന്ന ഒരാളാണ് ഗ്രൂമിങ്ങിൽ ഒരു റിലേഷൻഷിപ്പിലേക്ക് അകപ്പെടുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ പലപ്പോഴും 18 വയസ്സാകുമ്പോൾ കല്യാണപ്രായമായി എന്ന് പറയുന്ന നിയമപരമായ ഒരു കാര്യം നമ്മുടെ മുന്നിലുണ്ടെങ്കിലും ഒരു മനുഷ്യൻ പക്വതയോടുകൂടി തീരുമാനമെടുക്കാൻ അയാളെ പ്രാപ്തനാക്കുന്ന പ്രീ ഫ്രണ്ടൽ കോർട്ടക്സിൻ്റെ ഒരു മുഴുവൻ വളർച്ച സംഭവിക്കുന്നത് 25-26 വയസ്സിന് ശേഷമാണ്. ഞാനിപ്പോഴും പറയുന്നത് വിവാഹപ്രായം എന്ന് പറയുന്നത് ആ പ്രായത്തിനപ്പുറം മാത്രം നമ്മൾ ഫിക്സ് ചെയ്യേണ്ട ഒന്നാണ്. പക്ഷേ നിയമപരമായി 18-ാം വയസ്സിൽ കല്യാണം കഴിക്കാം. പക്ഷേ ഒരു പെൺകുട്ടിയെ 18-ാം വയസ്സിൽ ഗ്രൂം ചെയ്ത് തുടങ്ങുമ്പോൾ
അവൾ മറ്റേ ആൾക്ക് കൊടുക്കുന്നു നമ്മൾ വിചാരിക്കുന്ന കൺസെൻറ്റ് അത് റിയൽ കൺസെൻറ്റ് അല്ല. ആ സാഹചര്യത്തിൽ ചിലപ്പോൾ അതൊരു രക്ഷയായിട്ടായിരിക്കും അവൾ കാണുന്നത്, അവൾക്കൊരു ഇമോഷണൽ സപ്പോർട്ടായിട്ടായിരിക്കും കാണുന്നത്. വീട്ടുകാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും കിട്ടാത്ത അംഗീകാരങ്ങളായിരിക്കും ഈ ഏട്ടായിൽ നിന്ന് കിട്ടുന്നുണ്ടാവുക. അതൊരു സപ്പോർട്ട് ആഗ്രഹിക്കലല്ലേ. പക്ഷെ അതിനെ പ്രണയമാക്കി മാറ്റി അയാളെ തൻ്റെ ഭാര്യയാക്കി മാറ്റി, അല്ലെങ്കിൽ താൻ ഇഷ്ടപ്പെടുന്നത് പോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു യാന്ത്രിക സംഭവമാക്കി മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് ഒരു നല്ല കാര്യമായിട്ട് പറയാൻ പറ്റുക? ആ കൺസെൻറ്റിനെ എങ്ങനെയാണ് ഒരു യഥാർത്ഥ കൺസെൻറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുക? ഒന്നാമത്തെ പ്രശ്നം നമ്മുടെ നാട്ടിലെ പേരൻറ്റിംഗ് ആണ്. ഇപ്പോൾ കേരളത്തിലെ പെൺകുട്ടികളുടെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അച്ഛനമ്മമാർ അവർ പറയും പെൺകുട്ടി അനുസരിക്കണം. അങ്ങനെ അല്ലാത്ത വളരെ കുറച്ച് ഫാമിലീസ് ഉണ്ട്, എല്ലാവരും ഇങ്ങനെയാണെന്നല്ല പറയുന്നത്. പക്ഷേ ബഹുഭൂരിപക്ഷവും അച്ഛനമ്മമാർ പറയുന്നു, പെൺകുട്ടി അനുസരിക്കുന്നു. അവളുടെ കൺസെൻറ്റ്, അവളുടെ സമ്മതം, അവളുടെ ഇമോഷൻസ്, അതിനൊക്കെ അവിടെ പ്രാധാന്യം കൊടുക്കുന്നത് വളരെ കുറവാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ ഒരാൾ ഞാൻ എല്ലാ പ്രാധാന്യവും തരുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്. അവിടെ തുടക്കത്തിൽ കിട്ടുന്ന സമ്മതങ്ങളും ഇഷ്ടങ്ങളും അംഗീകാരങ്ങളും എല്ലാ കാലത്തും കിട്ടണമെന്നില്ല. അതൊരു മാനിപ്പുലേഷൻ ടൂളാണ്. നാളെ ഈ ഏട്ടായി ഈ പെൺകുട്ടിയുടെ വീട്ടിൽ വന്ന് കല്യാണം ആലോചിക്കുമ്പോൾ ഈ വീട്ടുകാർ തമ്മിൽ നടക്കുന്നത്, ഇവർ പേരൻസാണ്, ഇയാൾ എടുത്തിരിക്കുന്നതും പേരൻ്റൽ കൺട്രോളാണ്. അപ്പോൾ ഈ കൺട്രോൾ വെച്ച് മാറുക എന്ന് പറയുന്നത് വീട്ടുകാരെ സംബന്ധിച്ച് ഈസി പരിപാടിയാണ്. അവർ നോക്കുമ്പോൾ എന്താ, ഇയാൾക്ക് ഭയങ്കര മെച്യൂരിറ്റി ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ കേസ് മാത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ ഉദാഹരണം എന്നുള്ള നിലയ്ക്കാണ് ഗ്രേസ് ആൻ്റണിയുടെ ഹസ്ബൻഡിൻ്റെ ഈ കേസ് പറയുന്നത്. 25-ാം വയസ്സിൽ നിൽക്കുന്ന ഒരാൾ 18-ാം വയസ്സിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടി എങ്ങനെയായിരിക്കണം തനിക്ക് വേണ്ടി ഗ്രൂം ചെയ്യപ്പെടണമെന്ന് വിചാരിക്കുമ്പോൾ 25 വയസ്സുകാരൻ പോലും അവൻ്റെ ഐഡൻറ്റിറ്റിയിൽ കൃത്യമായി എത്തിയിട്ടില്ല. അയാൾക്ക് സ്വപ്നങ്ങളുണ്ടാവും, ആഗ്രഹങ്ങളുണ്ടാവും, ചിലപ്പോൾ ഫിനാൻഷ്യലി സെറ്റിൽഡ് ആയിരിക്കും. ഇതൊന്നും ഒരു മനുഷ്യരെ മനസ്സിലാക്കുന്ന, വ്യക്തിത്വങ്ങളെ തിരിച്ചറിയുന്ന, താൻ എന്തായിരിക്കണം, തൻ്റെ ലൈഫ് എങ്ങനെയായിരിക്കണം എന്ന് പോലും ഒരു പൂർണ്ണ ധാരണയിൽ എത്തിയിട്ടില്ലാത്ത ആളാണ്. ആ ആൾ മറ്റേ ആളെ മാറ്റിയെടുത്തു എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ഇമ്മച്വർ ആയിട്ടുള്ള ഒരു ആക്റ്റാണ് അവിടെ നടന്നിട്ടുള്ളത്. ഞാൻ വീണ്ടും പറയുന്നു, ഗ്രേസ് ആൻ്റണിയും ഹസ്ബൻഡിനെയും സംബന്ധിച്ച് അത് അവരുടെ പേഴ്സണൽ ചോയ്സാണ്, അവരുടെ പ്രൈവറ്റ് ലൈഫാണ്. പക്ഷേ പബ്ലിക് സ്പേസിൽ വന്നതിരുന്ന് പറയുമ്പോൾ ഇത് അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരുപാട് ജീവിതങ്ങൾ, ചിലപ്പോൾ ജനറേഷൻസ് നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമുക്കിതിനെക്കുറിച്ച് സംസാരിച്ചേ പറ്റൂ. ഇപ്പോൾ ആങ്കർ പറയുന്നത് കേട്ടിട്ട്, അതായത് ഞാൻ എൻ്റെ പാർട്ട്ണറെ ഗ്രൂം ചെയ്തെടുത്തതാണ് എന്ന് പറയുമ്പോൾ ഭയങ്കര മെച്യൂറായിരുന്നു ഏട്ടായി എന്ന് പറയുന്ന സമയത്ത് അത് കേൾക്കുന്ന ആളൊരിക്കലും അത് മെച്യൂരിറ്റി ആണെന്ന് വിശ്വസിക്കരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം വർഷങ്ങൾക്കിപ്പുറം വന്നിവിടെ ഇരുന്ന് ഇത് പറയുമ്പോഴും ഞാൻ ഗ്രൂം ചെയ്തെടുത്തതാണ് എന്ന അഭിമാനത്തോടെ പറയുമ്പോൾ അത് സൊസൈറ്റിക്ക് കൊടുക്കാനുള്ള ഡാമേജ് എത്രത്തോളമാണെന്ന് മനസ്സിലാക്കി അങ്ങനെ സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ് മെച്യൂറായിട്ടുള്ള ഒരാൾ ചെയ്യേണ്ടത്. ഗ്രൂമിംഗ് എന്ന് പറയുന്നത് ഒരാളുടെ ചോയ്സ് ആയിരിക്കില്ല, അയാളുടെ ഫിയർ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ റിലേഷൻഷിപ്പ് ബോണ്ടിങ്ങിലെ ഇഷ്യൂസ് ആയിരിക്കാം, ചൈൽഡ്ഹുഡ് ഇഷ്യൂസ് ആയിരിക്കാം. ഇതൊന്നും അഡ്രസ്സ് ചെയ്യപ്പെടാതെ ഒരു മനുഷ്യൻ അയാളുടെ ഏറ്റവും മോശം മാനസികാവസ്ഥയിലേക്ക് പെടാൻ പോവുകയാണ്. അത് നോർമലൈസ് ചെയ്യപ്പെടുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. അടുത്ത സൂപ്പർ സ്റ്റാർ അഖിൽ മാരാർ സാറാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ അദ്ദേഹം തല്ലി എന്നുള്ളതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഭാര്യ പോലും അതിനെ ന്യായീകരിക്കുന്നത്, അതിപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ അറിയാതെ കൈ തട്ടില്ലേ, അങ്ങനെയുള്ളൂ എന്ന് പറഞ്ഞ് അതിനെ ന്യായീകരിക്കുന്ന സമയത്ത് ഈ ഭർത്താവിൻ്റെ ക്രൂരമായ ആക്രമണം കാരണം ബുദ്ധിമുട്ടേണ്ടി വരുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അത് കണ്ടു വളർന്ന പെൺകുട്ടികളുണ്ട്. എനിക്ക് ആ ജീവിതം വേണ്ട എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഇവരുടെയൊക്കെ മുന്നിലിരുന്നിട്ടാണ് 2 എണ്ണം കിട്ടുന്നത് സൂപ്പറാണ് എന്നിവർ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. ഒരു പക്ഷേ ഒരു റിലേഷൻഷിപ്പിൻ്റെ തുടക്കം സ്റ്റേജിൽ തന്നെ ഇത്രയും അഗ്രസീവായ ഒരു വൃത്തികെട്ടവൻ്റെ കൂടെയാണ് ജീവിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ്, അല്ലെങ്കിൽ പ്രണയത്തിലായതെന്ന് തിരിച്ചറിഞ്ഞ് ഒരു പെൺകുട്ടി എക്സിറ്റ് അടിക്കാൻ നോക്കുന്ന സമയത്ത് അഖിൽ മാരാറും ഫാമിലിയും അവരെന്ത് സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത്. അവിടെ തല്ലൊക്കെ ഉണ്ടാവും, ദാറ്റ് ഈസ് നോർമൽ, നീ വേണേൽ എന്നെ 2 തല്ലിക്കോ. ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അവരതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഒരു CCTV വിഷ്വൽ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അഖിൽ മാരാറിനെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഫിസിക്കലി പേടിപ്പിക്കുന്നു, പുള്ളി പുറത്ത് പുലിയാണെങ്കിലും വീട്ടിൽ എൻ്റെ അടുത്ത് എലിയാണ് എന്ന് പറയുന്ന പോലത്തെ ആ ഒരു റേഞ്ചിൽ അത് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇത് ആരെ തല്ലിക്കഴിഞ്ഞാലും അത് വയലൻസ് ആണേ, അനാവശ്യമായിട്ടുള്ള അഗ്രഷനാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഫണ്ണായിട്ട് നിങ്ങളുടെ പേഴ്സണൽ പ്രൈവറ്റ് സ്പേസിൽ അങ്ങനെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടോളൂ, നിങ്ങൾ എൻജോയ് ചെയ്തോളൂ. പക്ഷേ ഒരു പബ്ലിക് സ്പേസിൽ വന്നിട്ട് ഇത് അടിപൊളി പരിപാടിയാണെന്ന് പറയുമ്പോൾ തല്ലാൻ കയ്യോങ്ങി നിൽക്കുന്ന ഏട്ടായിമാർക്ക് തല്ലിക്കോ മോനെ, ഇതിലൊന്നും ഒരു കുഴപ്പമില്ല. തല്ലുകൊണ്ട് കഷ്ടപ്പെടുന്ന പെൺകുട്ടിയുടെ അടുത്ത് ഏട്ടായി ആകുമ്പോൾ ഒരു തല്ലൊക്കെ തല്ലും, നീ വേണേൽ തിരിച്ചു വന്ന് അങ്ങോട്ട് കൊടുത്തോ, അപ്പോൾ ശരിയായിക്കോളും എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു നോർമലൈസിങ് പരിപാടിയാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ ആയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അഖിൽ മാരാറും വൈഫും കൂടി ആനീസ് കിച്ചണിൽ പോയിരുന്നു. പറ്റ
സ്ഥലമായിരുന്നു, കൃത്യ സ്ഥലത്ത് തന്നെ എത്തി. അവരവിടെ ചെന്നിരുന്ന് സംസാരിക്കുന്ന സമയത്ത് ആനി ചോദിക്കുന്നുണ്ട് പൊതുകാര്യങ്ങളെക്കുറിച്ച്, ഭാര്യ അഭിപ്രായം പറയുന്നതിനെക്കുറിച്ച്. ആ സമയത്ത് അഖിൽമാരാർ പറയുന്നത് വായെടുത്ത മണ്ടത്തരെ പറയും, ഒന്നിനെക്കുറിച്ചും പറയാനുള്ള വിവരമൊന്നുമില്ല എന്നൊക്കെയാണ്. അതിനെക്കുറിച്ചൊരു ചർച്ച വന്ന സമയത്ത് ഇവർ രണ്ടുപേരും അതിനെ എതിർത്ത് പറഞ്ഞുകൊണ്ട് വേറെയും കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അത്ഭുതം തോന്നിയത് വളരെ റിഗ്രസീവായ കാര്യങ്ങളെ കൈകൊട്ടി ആഘോഷിക്കുന്ന ആനി പോലും അഖിൽമാരാറിൻ്റെ വർത്താനം കേട്ടപ്പോൾ ഇവൻ എന്ത് വർത്താനമാണ് പറയുന്നത് എന്ന രീതിയിൽ അവരുടെ മുഖം മാറിയതാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരുപാട് ഭർത്താക്കന്മാരെ നമുക്ക് കാണാൻ പറ്റും. എൻ്റെ ഭാര്യയ്ക്ക് യാതൊരു ലോകവിവരവും ഇല്ല, വായെടുത്ത മണ്ടത്തരെ പറയൂ. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാവർക്കും എല്ലാ കാര്യമൊന്നും അറിയണമെന്നില്ല, എല്ലാ കാര്യത്തെക്കുറിച്ചും കൃത്യമായ അഭിപ്രായം പറയണമെന്ന് നിർബന്ധവുമില്ല. പക്ഷേ ഒന്നും അറിയാത്തവർ, ഒന്നിനെക്കുറിച്ചും ബോധ്യമില്ലാത്ത, കൃത്യമായ അഭിപ്രായമില്ലാത്ത, അഭിപ്രായം പറഞ്ഞാൽ മണ്ടത്തരമായി മാറുന്ന ആളുകൾ സ്ത്രീകളാണ്, ഭാര്യമാരാണ് എന്ന് പറഞ്ഞു വെക്കുന്നിടത്ത് നിങ്ങളൊരു ജെൻഡറിനെ താഴ്ത്തി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാലാകാലങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ഭർത്താക്കന്മാരും ഈവൻ ഭാര്യമാരടക്കം ഒരുമിച്ചിരിക്കുന്ന ചർച്ചകളിൽ തൻ്റെ ഭാര്യയെക്കുറിച്ച് എന്തെങ്കിലും താഴ്ത്തി കെട്ടി പറയുന്നത് തമാശയായിട്ട് മാറുന്നു. അത് പറഞ്ഞതിന് ശേഷം ഭർത്താവിൻ്റെ മുഖത്തൊരു അളിഞ്ഞ ചിരി വരുന്നു. ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ ഭാര്യമാരും കൂടി അതങ്ങനെ പറ്റിപ്പോയേട്ടായി എന്നുള്ള ഭാവത്തിൽ നിൽക്കുന്നത് നമ്മൾ കാണും. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾക്കത് ഭയങ്കര ഇഷ്ടമാണെങ്കിൽ അത് നിങ്ങളുടെ ലൈഫാണ്, നിങ്ങളുടെ പ്രൈവറ്റ് സ്പേസിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ആവാം. പക്ഷേ ഒരു പബ്ലിക് സ്പേസിലിരുന്ന് അഖിൽമാരാർ ഇങ്ങനെ പറയുന്ന സമയത്ത്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ വലിയൊരു സ്ത്രീ സമൂഹത്തെ ഇത് വളരെയധികം ഇറിറ്റേറ്റ് ചെയ്യുന്നതിൻ്റെ പിന്നിൽ കുറേ കാരണങ്ങളുണ്ട്. മണ്ടിയായ പെണ്ണ്, വിവരമില്ലാത്ത പെണ്ണ്, അത് എന്തൊക്കെ കാര്യത്തിലാണ്? പൊളിറ്റിക്കൽ കാര്യങ്ങളിൽ വിവരമില്ലാത്ത പെണ്ണ്, പൊതുധാരണകളില്ലാത്ത പെണ്ണ്, പിന്നെ ക്യൂട്ടായിട്ടുള്ള, ഇപ്പോഴും മറ്റേ ജനീലിയ ഓടി വന്നിട്ട് തല രണ്ടും കൂട്ടിമുട്ടിയാൽ കൊമ്പ് മുളയ്ക്കും എന്ന് പറയുന്ന അതാണ് ക്യൂട്ട്നെസ്, അതാണ് പെണ്ണെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ഈ കഴിഞ്ഞ ദിവസം വാഴ 2 അത് ഭയങ്കര ഹിറ്റായി, അതിനെക്കുറിച്ച് ഒരുപാട് പോസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിനകത്ത് ഒരു ക്യാരക്ടറുണ്ട്, അത് ഒരു പോൺ സ്റ്റാർ, ജോണി സിൻസ് എന്ന് പറയുന്ന ഒരു പോൺ സ്റ്റാറുമായിട്ട് ഒരു റെഫറൻസ് വരുന്ന രീതിയിലാണ് ആ ക്യാരക്ടർ ഉള്ളത്. അപ്പോൾ ആ ഒരു കാര്യം വന്ന സമയത്ത് കുറേ ആളുകൾക്ക് അത് മനസ്സിലായി, അവരത് ചിരിച്ചു, ചില ആളുകൾക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കുറേ പുരുഷ കേസരികൾ ഇടുന്ന പോസ്റ്റുകൾ നോക്കിയാൽ ചിലർ വീഡിയോ ആയിട്ടും പോസ്റ്റായിട്ടും കമൻ്റായിട്ടും ഒക്കെ ഇടുന്നുണ്ട്. അതായത് അവരവരുടെ ഗേൾ ഫ്രണ്ടിൻ്റെ കൂടെ, മിക്കവാറും ആ കേസ് തന്നെയാണ്, പിന്നെ ചിലർ അനിയത്തിമാരുടെ കൂടെയൊക്കെ പോയിരുന്ന് സിനിമ കാണുന്നു. ഈ റെഫറൻസ് വരുന്ന സമയത്ത് എൻ്റെ കൂടെ വന്ന പെൺകുട്ടിക്ക് ഇത് മനസ്സിലായിട്ടില്ല, എൻ്റെ ഗേൾ ഫ്രണ്ടിന് ഇത് മനസ്സിലായിട്ടില്ല, എൻ്റെ ഭാഗ്യം, ഞാൻ രക്ഷപ്പെട്ടു, ഞാൻ ഭാഗ്യവാനാണ്, ഈ രീതിയിലാണ് പോസ്റ്റുകൾ പോകുന്നത്. സത്യസന്ധമായി ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ കൂടെ വന്ന പെൺകുട്ടിക്ക് ആ റെഫറൻസ് കണ്ടപ്പോൾ മനസ്സിലായില്ല എന്നുള്ളത് നിങ്ങൾ അഭിമാനത്തോടു കൂടി കാണുന്ന ആളാണെങ്കിൽ, ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലെ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ആറ്റിറ്റ്യൂഡും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. കാരണം പെൺകുട്ടിയായാൽ അവൾക്ക് സെക്സിനെ കുറിച്ച് ഒന്നും അറിയാൻ പാടില്ല, അവൾ പോൺ ഫിലിം കണ്ടിട്ടുണ്ടാവാൻ പാടില്ല, അവൾക്ക് സെക്ഷൽ ഓർഗൻസിനെ കുറിച്ച് വിവരം ഉണ്ടാവാൻ പാടില്ല, എല്ലാം ഏട്ടായി പറഞ്ഞു കൊടുക്കുമ്പോഴേ അവൾ അറിയാൻ പാടുള്ളൂ. കന്യാചർമ്മം പൊട്ടിയിട്ടില്ലാത്ത ആ വേർജിനായിട്ടുള്ള പെൺകുട്ടി എന്ന് പറയുന്ന ആ ഊഷര സങ്കല്പം ഉണ്ടല്ലോ, അതിൻ്റെ മറ്റൊരു വേർഷനാണ് നമ്മൾ ഈ ജെന്നാൽഫ കാലഘട്ടത്തിൽ തിയേറ്ററുകളിൽ നിന്ന് വരുന്ന വീഡിയോസിൽ കാണുന്നത്. അവന് വേണ്ടത്, അവന് ഉമ്മ കൊടുക്കുന്ന സമയത്ത് അയ്യോ ആരെങ്കിലും കണ്ടാലോ, ഉമ്മ കൊടുക്കുന്നത് പാപമല്ലേ എന്ന് പറയുന്ന, ഉമ്മ വെച്ചിട്ട് കുഞ്ഞുങ്ങളുണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യും, ഇതൊക്കെ കല്യാണത്തിന് ശേഷം മതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയെ ഗ്രൂം ചെയ്തെടുക്കണം. അവൻ ഇഷ്ടമുള്ളതുപോലെ, അവനാണ് ലോകം എന്ന് കരുതി, പേഴ്സണൽ ബൗണ്ടറീസ് ഇല്ലാത്ത, പേഴ്സണൽ തീരുമാനങ്ങളില്ലാത്ത, പേഴ്സണൽ ചോയ്സസ് ഇല്ലാത്ത ഒരു പെണ്ണിനെ ഉണ്ടാക്കിയെടുക്കണം. 2026 ഇങ്ങനെയുള്ള കാര്യങ്ങൾ യങ് ജനറേഷനെ കുറിച്ച് പറയേണ്ടി വരുന്നത് സങ്കടകരമായിട്ടുള്ള കാര്യമാണ്, പക്ഷേ യാഥാർത്ഥ്യമാണ്. അങ്ങനെയുള്ള പെണ്ണിനെ കാണിച്ചിട്ട് ഇതാണ് പെണ്ണ്, ഇങ്ങനെ ആയിരിക്കണം പെൺകുട്ടികൾ എന്ന് വിശ്വസിക്കുന്ന വേറൊരു സെറ്റ് ഓഫ് കശുമാങ്ങകൾ നമ്മുടെ നാട്ടിലുണ്ട്. നിങ്ങൾ നോക്കൂ, ഗ്രേസ് ആൻ്റണി സക്സസ്ഫുൾ ആയിട്ടല്ലേ മുന്നോട്ട് പോകുന്നത്. ഏട്ടായി പറഞ്ഞതുപോലെ കേട്ടിട്ട് ആ കുട്ടി വളരെ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നു. അഖിൽമാരാറൻ വൈഫ് നോക്കൂ, അവർ ഹാപ്പി ആയിട്ടിരിക്കുന്നു, അവർ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് ജീവിക്കുന്നു. അവിടെയും ഏട്ടായി പറയുന്നതൊക്കെ കുട്ടി കേൾക്കുന്നുണ്ട്. ഏട്ടായി 2 പൊട്ടിച്ചാലും ഒരു കുഴപ്പമില്ല, ഏട്ടായിക്ക് എന്ത് വേണമെങ്കിലും അവളെ പറയാം. ഇതിനൊക്കെ മരുന്നടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രിയങ്കേച്ചി വരും. ഇങ്ങനെയൊക്കെ ജീവിക്കുന്നവർക്ക് ഇവിടെ കുടുംബമുണ്ട്, അങ്ങനെ അല്ലാത്ത പേഴ്സണൽ സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പറയുന്നവർക്ക് ഇവിടെ കുടുംബമില്ലെന്നേ എന്ന് പറയുന്ന പരിപാടികളുണ്ട്. എന്തിനാണ് അങ്ങനെ ഒരു കുടുംബം? ഞാനെന്ന് പറയുന്ന വ്യക്തി ഡിസപ്പിയർ ആയി പോകുന്ന, എനിക്കൊരു വിലയുമില്ലാത്ത, എൻ്റെ തീരുമാനങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും പേപ്പറിൻ്റെ കനം പോലും ഇല്ലാത്ത ഒരു കുടുംബജീവിതം എനിക്ക് എന്തിനാണ്? അതെങ്ങനെയാണ് ഒരു കുടുംബജീവിതമാകുന്നത്? മറ്റൊരാളുടെ ജീവിതത്തിൽ കുറച്ച് ജോലികൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി, അയാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ സുഖം കിട്ടാത്ത കാര്യങ്ങൾക്ക് വേറൊരാൾ
എന്നുള്ളതിനപ്പുറത്തേക്ക്, അല്ലെങ്കിൽ ഒരു ശരീരം എന്നുള്ളതിനപ്പുറത്തേക്ക് നമുക്ക് എവിടെയാണ് ജീവിതം? അത് വളരെ റിഗ്രസീവ് ആയിട്ടുള്ളൊരു ആശയമാണ്. അത് കാണുമ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യും. അങ്ങനെ റിയാക്ട് ചെയ്യുന്ന, സ്വന്തം ഒപ്പീനിയൻ വിളിച്ചു പറയുന്ന, ജീവിതാനുഭവങ്ങളിലെ ഏറ്റവും മോശം കാര്യങ്ങൾ തുറന്നു പറയാൻ കരുത്ത് കാണിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾ ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഒരുപാട് കാര്യങ്ങളിൽ മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. എത്രയോ റിഗ്രസീവ് ആയിട്ടുള്ള ജെൻഡർ റോൾസ് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. എത്രയോ തലമുറകൾ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. ഒരുപാട് ആളുകൾ അതിനൊക്കെ എതിരെ പ്രതികരിച്ചത് കൊണ്ടാണ്, ഒരുപാട് ആളുകൾ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയത് കൊണ്ടാണ് ഈ ലോകം ഇന്ന് കാണുന്ന രീതിയിൽ ഒരല്പമെങ്കിലും മാറി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒരുപാട് സ്റ്റീരിയോ ടൈപ്പുകളെ ബ്രേക്ക് ചെയ്യാൻ പറ്റിയത്, ഒരാൾ മറ്റേയാളെ കൺട്രോൾ ചെയ്യുക എന്ന രീതിയിലുള്ള റിലേഷൻഷിപ്പ് പാറ്റേണുകളെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നത്. ഈ അഭിപ്രായ പ്രകടനങ്ങളെ അല്ലെങ്കിൽ റിയാക്ഷനെ നിങ്ങളൊരു സെൻസർ ബോർഡായിട്ട് കാണണ്ട. അതായത് മറ്റുള്ളവർ എങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞ് അവരുടെ ജീവിതത്തിൽ കയറി ഇടപെടുന്ന ആളുകളായിട്ട് കാണണ്ട. കാര്യം ഇപ്പം ഞാൻ ഈ കാര്യം പറയുമ്പോഴും ഇവരുടെ ഒന്നും ജീവിതത്തിൽ കയറി ഇടപെടണമെന്ന് എനിക്കൊരാഗ്രഹമില്ല, ഞാൻ ഇടപെടാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഗ്രേസ് ആൻ്റണിയും ഹസ്ബൻഡും സന്തോഷമായിട്ട് വർഷങ്ങളോളം അവർ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോട്ടെ. അഖിൽ മാരാറും വൈഫും അവരുടെ ഫാമിലിയൊക്കെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോട്ടെ. അവർക്കൊക്കെയും അവർക്ക് പറ്റിയ പാർട്ട്ണർ, സിറ്റുവേഷൻ എല്ലാം ഒത്തു വന്നിട്ടുണ്ടാവാം. പക്ഷേ ഇവർ ഈ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുമ്പോൾ അതൊരു വലിയ വിഭാഗം ആളുകളുടെ ജീവിതം കുട്ടിച്ചോറാക്കുന്ന പരിപാടിയാണ്. മാത്രമല്ല, ഇറ്റ്സ് ഓൾ അബൌട്ട് അക്കൗണ്ടബിലിറ്റി. ഞാൻ എന്തിനാണ് ഈ കാര്യത്തിന് റിയാക്ട് ചെയ്യുന്നത്? ഞാൻ ചുമ്മാ ഗ്രൂമിങ്ങിനെ കുറിച്ച് സംസാരിച്ചാൽ പോരെ? റിലേഷൻഷിപ്പിലെ മറ്റ് പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ പോരെ? ഇവരെക്കുറിച്ച് എന്തിനാണ് സംസാരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ഓൾ അബൌട്ട് അക്കൗണ്ടബിലിറ്റി. നിങ്ങളൊരു കാര്യം പൊതു ഇടത്ത് വന്ന് വിളിച്ചു പറയുമ്പോൾ, നിങ്ങൾക്ക് ഒരുപാട് പേരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും എന്നൊരു സ്പേസിലിരിക്കുമ്പോൾ, നിങ്ങൾ പറയുന്നതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുത്തേ പറ്റൂ. അത് തിരുത്തി പറയാനുള്ള മിനിമം മര്യാദ കാണിച്ചേ പറ്റൂ. പക്ഷേ നമ്മളിതൊന്നും കാണാൻ പോകുന്നില്ല. നമ്മൾ ന്യായീകരണങ്ങളാണ് കാലാകാലങ്ങളായി പല ആളുകളിൽ നിന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ കുറച്ച് സെൻസിബിൾ ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് മാത്രം നമ്മൾ തിരുത്തി പറയലുകൾ കേട്ടിട്ടുണ്ട്, മാപ്പ് പറച്ചിലുകൾ കേട്ടിട്ടുണ്ട്. പക്ഷേ വലിയൊരു വിഭാഗം ന്യായീകരിച്ച് മെഴുകുകയാണ് ചെയ്യുക. നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും മോണിറ്റർ ചെയ്യപ്പെടണം. അത് തൂക്കി അളന്ന് മുറിച്ച് ആളുകൾ അതിനെക്കുറിച്ച് സംസാരിക്കപ്പെടണം. സ്പൈഡർമാൻ്റെ അമ്മാവൻ മരിക്കുന്നതിന് മുമ്പ് പുള്ളിയുടെ മടിയിൽ കിടന്ന് പറഞ്ഞത് അത് തന്നെയാണ് എനിക്ക് വീണ്ടും പറയാനുള്ളത്. നിങ്ങൾക്ക് ഒരുപാട് കരുത്തുണ്ടാകുമ്പോൾ അതിൻ്റെ കൂടെ ഒരുപാട് റെസ്പോൺസിബിലിറ്റി നിങ്ങൾ കാണിക്കണം. മുന്നിലൊരു മൈക്ക് വരുമ്പോൾ, മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഒരു ചാനലിൽ ആരെങ്കിലും ഒരു ചോദ്യമായിട്ട് നമ്മുടെ മുന്നിൽ വന്നിരിക്കുമ്പോൾ നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും എത്രത്തോളം ആളുകളെ ബാധിക്കും എന്നുള്ളത് മനസ്സിലാക്കി റെസ്പോൺസിബിളായി ബിഹേവ് ചെയ്യണം, ഉത്തരങ്ങൾ കൊടുക്കണം. അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. പിന്നെ ഈ ഗ്രൂമിംഗ് എന്ന് പറയുന്ന അടിപൊളി പരിപാടിയാണ്. ഏട്ടായി പറയുന്ന അനുസരിച്ച് ഏട്ടായിയുടെ കീഴിൽ ജീവിക്കുന്നതാണ് സ്വർഗം എന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പേഴ്സണലി അതാണ് നല്ലതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് നല്ലൊരു സൈക്കോളജിസ്റ്റിനെ പോയി കാണാനാണ്. അങ്ങനൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്നത് ചിലപ്പോൾ ചൈൽഡ്ഹുഡ് മുതലുള്ള ഒരുപാട് പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടായിരിക്കും. കാരണം ഓരോ റിലേഷൻഷിപ്പിലും നമ്മൾ എന്ത് റോൾ എടുക്കണം എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ഈ മൈൻഡാണല്ലോ. ഈ മൈൻഡ് ട്രെയിൻഡ് ആയിരിക്കുന്നത് കുഞ്ഞുനാൾ മുതലേ അച്ഛൻ, അമ്മ, ടീച്ചേഴ്സ്, മറ്റ് ബന്ധുക്കൾ, കൂട്ടുകാർ, ഇവരിൽ നിന്നൊക്കെയാണ്. അപ്പോൾ വളരെ അൺഹെൽത്തി ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ വേറെ ചില കാരണങ്ങളുണ്ടാവും. ചിലപ്പോൾ നമുക്ക് വർക്ക് ചെയ്തെടുക്കാൻ പറ്റുമെന്നേ. അങ്ങനെ ഒരു നല്ല സൈക്കോളജിസ്റ്റിനെ കാണാനാണ് ഞാൻ പറയുക. പക്ഷേ അതൊന്നും വേണ്ട, എനിക്ക് ഇങ്ങനെ ജീവിക്കണം എന്നാണ്, നിങ്ങൾ ജീവിച്ചോളൂ. പക്ഷേ ഇതാണ് അടിപൊളി എന്ന് എല്ലാവരെയും ഉദ്ബോധിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യമൊക്കെ വീഡിയോ കൊണ്ട് ഉപകാരം ഉണ്ടായി തോന്നിയാൽ മാത്രം പരിഗണിക്കുക.